അമേരിക്കൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് വാറിൻ്റെ തലപ്പത്തിരിക്കുന്നത് ഒരു പീറ്റ് ഹെഗ്സത്ത് എന്ന വ്യക്തിയാണ്, നമ്മുടെ പ്രതിരോധ മന്ത്രി പോലെ. അപ്പോൾ പെൻറ്റഗണിൽ നിന്നുള്ള ഒട്ടനവധി വാർത്തകളും ചിത്രങ്ങളും പുറത്തു വന്നപ്പോൾ ന്യൂയോർക്ക് ടൈംസിനെ പെൻറ്റഗൺ ബാൻ ചെയ്തു. ഇനി മുതൽ നിങ്ങൾ പത്രമാധ്യമങ്ങൾ ഇവിടെ വന്ന് റിപ്പോർട്ട് ചെയ്യണ്ട എന്ന് ഒരു ബാൻ കൊണ്ടുവന്നു. അത് ഒരു പക്ഷേ ട്രംപ് ഭരണകൂടത്തിൻ്റെ ഒരു ഡിക്റ്ററ്റേറിയൽ ആയിട്ടുള്ള മോഹങ്ങളാണ്. അതായത് എല്ലാം ജനാധിപത്യത്തിന് അട്ടിമറിച്ചുകൊണ്ട്. കാരണം പത്രമാധ്യമ സ്വാതന്ത്ര്യം, ഞാൻ ന്യൂയോർക്ക് ടൈംസിനെയോ CNN-യോ MSNBC-യോ NPR പോലെയുള്ള തീവ്ര ഇടതുപക്ഷ ലിബറൽ പത്രമാധ്യമങ്ങളെ അനുകൂലിക്കുന്ന ഒരു വ്യക്തിത്വമല്ല ഞാൻ, മറിച്ച് ട്രംപിനെ അനുകൂലിക്കുന്ന വ്യക്തിത്വമാണ്. കാരണം ഈ തീവ്ര ഇടതുപക്ഷം നാശത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമായിട്ടാണ് ഇന്ന് എന്താ പറയുക, മനുഷ്യാവകാശം എന്നൊക്കെ പറഞ്ഞ് ഒരു ഇടത് ഇസ്ലാമിക ശൈലിയിലേക്ക് കൊണ്ടുപോയി അടിമപ്പെട്ടു പോകുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ പറയുന്ന ന്യൂയോർക്ക് ടൈംസും CNN-ഉം പ്രതിനിധാനം ചെയ്യുന്ന അവരുടെ ചിന്താഗതി. എന്നിരുന്നാൽ കൂടി പെൻറ്റഗൺ പോലെയുള്ള അതൊരു ജനാധിപത്യത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ആ ഒരു സംവിധാനത്തെ, അത് ട്രംപ് പലപ്പോഴും ജനാധിപത്യം അട്ടിമറിച്ചാൽ കൊള്ളാമെന്നുള്ളൊരു മോഹമുള്ള ഒരു വ്യക്തിത്വമായിട്ട് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലും മറ്റും അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടി അദ്ദേഹം മനുഷ്യ സമൂഹത്തിന് ദ്രോഹം ചെയ്യുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാറില്ല. അദ്ദേഹം യുദ്ധത്തിന് പോകണ്ടെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ യുദ്ധത്തിന് ചെന്ന് പെട്ടിരിക്കുകയാണ് അദ്ദേഹം. അപ്പം ഇന്നലെ അമേരിക്കയിലൊരു കോടതി പറഞ്ഞിരിക്കുകയാണ് ന്യൂയോർക്ക് ടൈംസിനെ, ട്രംപിൻ്റെ ഭരണകൂടത്തിന് ന്യൂയോർക്ക് ടൈംസിനെ പെൻറ്റഗണിൽ നിന്ന് വിലക്കാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം ഇല്ല എന്ന് ഇവർ പറഞ്ഞിരിക്കുന്നത്. ന്യൂയോർക്ക് ടൈംസിന് അപ്പോൾ പെൻറ്റഗണിലേക്ക് തിരിച്ചു പോകാനായിട്ടുള്ളൊരു ഇത് കൊടുത്തിരിക്കുകയാണ്. കാരണം പത്രസ്വാതന്ത്ര്യം, സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇന്ന് ഞാൻ ഇവിടെ നിന്ന് പറയുന്നത് പോലും അമേരിക്കയിലെ ഐക്യനാടുകളിലിരുന്ന് പറയാനുള്ള എൻ്റെ സ്വാതന്ത്ര്യം അത് ഹനിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഞാനൊരു ചെറിയവനാണ്, ഞാനൊരു യൂട്യൂബിൻ്റെ മുമ്പിലിരിക്കുന്നവനാണ്, അത് ഹനിക്കപ്പെട്ട് കഴിഞ്ഞാൽ കോടതി, അതാണ് ജനാധിപത്യത്തിൻ്റെ ഒരു സൗന്ദര്യം. ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേറ്റീവ്. അതായത് ലെജിസ്ലേറ്റീവ് ബോഡി, നിയമനിർമ്മാണ സഭ, നമ്മുടെ നാടിൻ്റെയും മഹത്വം, ഇന്ത്യയുടെയും ജനാധിപത്യത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് അതാണ്. പിന്നെ ഒരു എക്സിക്യൂട്ടീവ്, നമ്മുടെ MP-മാരും ആ ഒരു നിയമനിർമ്മാണ സഭയും അതിൻ്റെ എക്സിക്യൂട്ടീവ് കമാൻഡിലായിട്ട് ഇപ്പോൾ ട്രംപ് അല്ലെങ്കിൽ മൂടിയിരിക്കുന്നു. അതിന് ഒക്കെ അവർക്കും മേലെയുള്ള ഒരു ഇതാണ്. അതായത് നിയമം എഴുതി വെച്ചിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഇവർ ഭരണം നടത്തുന്നുണ്ടോ എന്ന് ചെക്ക് ആൻഡ് ബാലൻസസ്, ചെക്ക് ആൻഡ് ബാലൻസസും അക്കൗണ്ടബിലിറ്റിയും ഇത് ചെയ്യുന്നതിന് വേണ്ടിയാണ് ജുഡീഷ്യറി. ജഡ്ജിമാരും നമ്മൾ ഈയിടെയായിട്ട് ജഡ്ജിമാർ പോലും അഴിമതിയിൽ പെട്ട ജഡ്ജിമാരും ഉണ്ട്. എല്ലാവരും മനുഷ്യരാണ്. ഇവരിപ്പോൾ ജുഡീഷ്യറി ആയാലും എക്സിക്യൂട്ടീവ് ആയാലും ലെജിസ്ലേറ്റീവ് ആയാലും അവിടെയൊക്കെ ഇത്തരത്തിലുള്ള അഴിമതിക്കാർ മനുഷ്യരുണ്ട്. ആ മനുഷ്യർ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത് സർവ്വസാധാരണമാണ്. അപ്പോൾ ആ ചെക്സ് ആൻഡ് ബാലൻസസ് നമുക്ക് എല്ലാ സമൂഹത്തിലും അനിവാര്യമാണ്. അപ്പോൾ ന്യൂയോർക്ക് ടൈംസിന് ഇന്നലെ പെൻറ്റഗണിലേക്ക് ആ ജുഡീഷ്യറി, അതായത് പീറ്റ് ഹെഗ്സത്തും ട്രംപും കൂടി തീരുമാനിക്കണമെങ്കിൽ ന്യൂയോർക്ക് ടൈംസ് ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞപ്പോൾ പെൻറ്റഗണിൽ അവർ നേരെ കോടതി ചെന്നു. കോടതി പറഞ്ഞു നിങ്ങൾക്കും കയറാനുള്ള, നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള, കാരണം ഈ യുദ്ധത്തിനെതിരായിട്ട് കുറച്ച് പ്രതിഷേധങ്ങൾ പെൻറ്റഗണിൽ നടന്നിരുന്നു. അത് ന്യൂയോർക്ക് ടൈംസ് ക്യാമറകളിലാക്കിയും അവർ റിപ്പോർട്ടിങ് ചെയ്തിരുന്നു. അതാണ് ട്രംപിനെയും ഹെഗ്സത്തിനെയും പ്രകോപിപ്പിച്ചത്. അപ്പോൾ അതിൻ്റെ പേരിൽ ന്യൂയോർക്ക് ടൈംസിനോട് ഇനി ഇവിടുന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ഇത് വികാരത്തിൻ്റെ പേരിലാണ് പറഞ്ഞത്. പക്ഷേ കോടതി അത് പുനഃസ്ഥാപിച്ചു, നിങ്ങൾക്ക് വരാമെന്ന് പറഞ്ഞു. ഒപ്പം തന്നെ ഇന്നലെ അമേരിക്കയിൽ നടന്നിരിക്കുന്ന മറ്റൊരു കാര്യമെന്ന് പറഞ്ഞത് ക്രിസ്റ്റഫർ കൊളംബസ് മെയ്ഫ്ലവർ എന്ന ഇതിൽ ഏകദേശം ഒരു 300-400 വർഷം മുമ്പ് വന്നിട്ട് അമേരിക്കയെ കണ്ടുപിടിച്ചു എന്നാണ് പറയപ്പെടുന്നത്. പറയപ്പെടല്ല, അതാണ് സത്യം. ക്രിസ്റ്റഫർ കൊളംബസ് ഇന്ത്യയെ അന്വേഷിച്ചാണ് പോയത്. പക്ഷേ അദ്ദേഹം ഇവിടെ വന്നപ്പോൾ കണ്ടത് അമേരിക്കയാണ് കണ്ടുപിടിച്ചതെന്നൊക്കെയുള്ള ഇതുകൾ നമ്മൾ അത് പഠിച്ചവർക്കറിയാം. അപ്പോൾ ഈ ക്രിസ്റ്റഫർ കൊളംബസ് കുറേ അടിമകൾ, കറുത്തവർഗക്കാരായ അടിമകൾ ഒക്കെ ഇത് ചെയ്തിരുന്നു, അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ കറുത്തവർഗക്കാരുടെ അടിമത്തത്തെപ്പറ്റി, ഇവിടെയുള്ള അമേരിക്കയിലുള്ള കറുത്തവർഗക്കാരുടെ അടിമത്തത്തെപ്പറ്റി പ്രതിപാദിക്കുമ്പോൾ ഇതൊരു സർവ്വസാധാരണ വിഷയമൊന്നായിരുന്നില്ല അമേരിക്കയിൽ. ഈ അടിമത്വം എന്ന് പറയുന്നത് എല്ലാ കറുത്തവനെയും പിടിച്ച് അടിമയാക്കുന്നതായിരുന്നില്ല. ഇവിടെ ഏറ്റവും മുന്തിയ നിലയിലുള്ളത് അത് സായിപ്പ് തന്നെ പറഞ്ഞുണ്ടാക്കുന്നതാണ്. കറുത്തവർഗക്കാരനല്ല ഈ ഇവിടുത്തെ അടിമത്തത്തെ പറ്റി പറഞ്ഞത്. ആ ചങ്ങലക്കിട്ട് കൊണ്ടുവന്നു, കപ്പലിൽ കൊണ്ടുവന്നു, ജോലി എടുപ്പിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ അതൊരു ചെറിയ ഇവിടുത്തെ വലിയ പ്രബല വിഭാഗമായ ഭരണതലത്തിലും ബിസിനസ്സുകാരാണ്. ഇവിടുത്തെ സർവ്വസാധാരണമായിട്ട്, അതായത് ഞാൻ പറയുന്നത് 300 വർഷം മുമ്പ്, ഇന്ന് അതൊന്നുമില്ല, ഇന്ന് തുല്യതയിലാണ്. സ്ലേവറി അബോളിഷ്ഡാണ് അമേരിക്കയിൽ. അടിമത്തം എന്നത് അബോളിഷ് ചെയ്തിരിക്കുകയാണ്.
ഒരു 10-50 വർഷം മാർട്ടിൻ ലൂതർ ഒക്കെ 1960-കളിലൊക്കെ അത് ബാൻ ചെയ്തിരിക്കുകയാണ്, ഈ അബോളിഷ് ചെയ്തിരിക്കുകയാണ് സ്ലേവറി. എന്നിരുന്നാൽ കൂടി അതിൻ്റെ പിന്തുടർച്ചക്കാരും അതിൻ്റെ വരും തലമുറകളൊക്കെ അമിതമായ മനുഷ്യാവകാശത്തിൻ്റെ ഇതിൽ അതിനെ ചൂഷണം ചെയ്യുന്നൊരു നിലപാടാണ് ഇന്ന് നിലകൊള്ളുന്നത്. അപ്പോൾ ഈ കൊളംബസിന് ഒരു ദുഷ്പേരുള്ളത്, കൊളംബസ് ഡേ ഒക്കെ അമേരിക്ക ഈ ആഘോഷിക്കുന്ന ഒരു ഹോളിഡേ ആണ് കൊളംബസ് ഡേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കൊളംബസിൻ്റെ ഒരു സ്റ്റാച്യു കൊണ്ടുവന്നിട്ട് വൈറ്റ് ഹൗസിൽ വെച്ചിരിക്കുകയാണ് ട്രംപിനൊരു വെള്ളക്കാരൻ്റെ ഒരു പ്രതീതിയുണ്ട്, വെള്ളക്കാരൻ വൈറ്റ് സുപ്രീമിസ്റ്റ് എന്നൊക്കെ വിളിക്കുന്നവരുണ്ട്. പക്ഷെ ആ ഒരു സ്റ്റാച്യു കൊണ്ടുവരുന്നതിനോട് അമേരിക്കയിൽ ധൈര്യമുള്ള നേതാക്കന്മാർക്ക് ധൈര്യമില്ല. കാരണം ക്രിസ്റ്റഫർ കൊളംബസ് ആണ് അമേരിക്ക കണ്ടുപിടിച്ചത്. അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് അടിമകൾ ജോലിക്ക് ആളെ വെച്ചു എന്നാണ് ഈ പറയണേ ഉണ്ടായിരുന്നത്, കറുത്ത വർഗ്ഗക്കാരായിരുന്നു. അതുകൊണ്ട് ക്രിസ്റ്റഫർ കൊളംബസ് അതല്ലെങ്കിൽ അങ്ങനെ മുമ്പ് അമേരിക്കയുടെ സ്വാതന്ത്ര്യത്തിന് പോരാടിയ പല പ്രതീകങ്ങളും കോൺഫെഡറേറ്റ് ഫ്ലാഗ്, ഇതൊക്കെ സംസ്ഥാനങ്ങളുടെ പല കൊടികളെടുത്ത് കത്തിച്ച് മാറ്റിക്കളയാണ്. അത് ചരിത്രമാണ് അമേരിക്കയുടെ, അതെടുത്ത് മാറ്റാണ്. ഇപ്പോൾ പുതിയ വന്നവർ പറയണത് ഇനി അത് വേണ്ട, അത് അടിമത്തത്തിൻ്റെയാണ്, സ്ലേവറിയുടെ പ്രതീകമാണ്, അത് വേണ്ട എന്നും പറഞ്ഞിട്ടാണ് ഇതൊക്കെ എടുത്ത് മാറ്റുന്നത്. അപ്പോൾ ട്രംപ് വന്നപ്പോൾ ആ വെള്ളക്കാരൻ്റെ ആ ഒരു ഇത് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ക്രിസ്റ്റഫർ കൊളംബസിൻ്റെ ഒരു സ്റ്റാച്യു കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ചിരിക്കുകയാണ്. അത് കറുത്ത വർഗ്ഗക്കാരനും അത് വെക്കട്ടെ, കാരണം അത് ചരിത്രമാണ്. ക്രിസ്റ്റഫർ കൊളംബസ് ആണ് അമേരിക്ക കണ്ടുപിടിച്ചെന്നുള്ളത് നമ്മൾ പുസ്തകങ്ങളിലും പഠിച്ചിട്ടുണ്ട്. അതാണ് വിശ്വാസം, അതാണ് എല്ലാവരും പറയുന്ന കാര്യം. അദ്ദേഹത്തിൻ്റെ കൂടെ അടിമകൾ ഉണ്ടായിരുന്നു, അദ്ദേഹം ജോലിക്ക് വേണ്ടി ആൾക്കാരെ വെച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഇത്. പക്ഷെ അതിനെ ട്രംപിൻ്റെ വർണ്ണവെറിയായിട്ട് നമ്മൾ അങ്ങനെ ഒരു നിലപാടെടുക്കുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണെന്ന്. കാരണം അതൊക്കെ ചരിത്ര പ്രതീകങ്ങളാണ്. കോൺഫെഡറേറ്റ് ഫ്ലാഗ് കത്തിച്ച് കളഞ്ഞുകൊണ്ടോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്റ്റാച്യു വെച്ചതുകൊണ്ടോ ഇത്തരത്തിലുള്ള സമൂഹങ്ങൾക്ക് എന്ത് പ്രശ്നമാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. കാരണം അത് അമിതമായ അവരുടെ മനുഷ്യാവകാശ ചിന്തകളിൽ നിന്നും ഉരുതിരിഞ്ഞിട്ടുള്ള ഒരു തരത്തിലുള്ള ചിന്താഗതിയാണെന്ന് മാത്രമാണ്. കൊളംബസിൻ്റെ സ്റ്റാച്യു ഒരു കാരണവശാൽ അവിടെ ഇരുന്നതുകൊണ്ട് ആർക്കും ഒന്നും സംഭവിക്കുമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്.